ഹരേ നാഥ ഗോവിന്ദ നരകാരി ദൈവമേ പാദോ ജലോചന പാഹിമാമന്മുഖം നിന്നെ ഞാനുള്ളവണ്ണം ഗ്രഹിക്കായികയാൽ ഇന്ദിരാവല്ലഭ കൃഷ്ണ ചെയ്തപരാധങ്ങൾ നിന്നെ നാം മൂഢൽ അറിയാതകപ്പെട്ടതെന്ന് തിരുമനസിൽ ക്ഷമിക്കേണമേ കൃഷ്ണ. നിന്നുടെ മായാവിലാസ വികൃതികൾ ഒന്നുകൊണ്ടും ഒരു കാലത്തൊരുവനും നിർണയിക്കാവതൽ എന്നതോ നിർണയം ഹർണോദനേത്ര നമസ്തേ നമോ നമഃ. ഞങ്ങളെയൊക്കെ നീ മുന്നം കുലദേശികങ്ങളാക്കി ചമച്ചിടാൻ സാമ്പ്രതം വല്ലോരെയും അടുത്തിങ്ങു കണ്ടാലുടൻ എല്ലാരെയും കടിക്കെന്നുള്ളതിന്നു ഞാൻ വല്ലവേന്ദ്രാത്മജ ചെയ്തതിരുകഥ വല്ലായ കല്യാണവാരിധി കൃഷ്ണ കല്യാണവാരിധേ ഗോപതേ നാരായണ. എല്ലാറ്റിനും മൂലമായുള്ള നീ ഇവയെല്ലാം അറിഞ്ഞ് അനുഗ്രഹം എങ്കിലും നിഗ്രഹമെങ്കിലും ഒത്തതു ചെയ്തൊരു വ്യഗ്രമില്ലെന്നു വർണ്ണിച്ചവൻ ചൊന്നതു പദ്യ തെളിവോടു കേട്ട് ഹരിനാരായണൻ ഉൾക്കാമ്പഴിഞ്ഞുടൻ മന്ദഹാസാൽവിധം സൽക്കാരമാനം കടാക്ഷിച്ച് ഉണർവഴും വ്യക്തസ്വരത്തോടും യുദ്ധം അരുൾ ചെയ്തു ദുഃഖിക്കവേ പുനരിനികളുടെ ഭക്തികളുടെ ഏറ്റം പ്രസാദിച്ചിരുന്നു ഞാൻ. മൽപ്രിയം ചെയ്വർക്ക് ഇല്ല ഒരു സങ്കടം. ഇപ്പോൾ എനിക്കിനി ഒന്നു വേണം, ഭവാൻ പുത്രധാരാദികളോടൊരുമിച്ച് പോയി പൊക്കുകൊള്ളേണം. രമണകദ്വീപത്തെ നിത്യസുഖത്തോടെ അവിടെ ഇരിക്ക നീ ഈ സ്ഥലത്തിങ്കൽ നിന്നങ്ങ് പോകേണമേ കൃഷ്ണ. മുഖ്യമാർക്കെല്ലാവർക്കും സുഖമായി അനുഭവിക്കാകണോ. യുദ്ധം ഭഗവാൻ അരുൾ ചെയ്തത് കേട്ട് ചിത്താകുലതയെ വന്ദിച്ചു കാളിയൻ കൃഷ്ണനാണിതന്നോട് ചൊല്ലിയിടിനാൻ. കൃഷ്ണ വിഷ്ണു മുരാരേ ഹരേ ജഗന്മംഗല. ഞാൻ നീ അരുൾ ചെയ്തതു കേൾപ്പനൻ പോലു ഞാൻ തോയജാക്ഷ ദണ്ഡമുണ്ട് അതിനൊന്നു കേൾ. പോയാൽ ഒരിടത്തിരുന്നുകൂടാ ആ വൈനതേയൻ പിടിച്ചു ഭക്ഷിക്കും. അവനോട് പാരം പിഴച്ചു പോന്നിരുന്നിടിനേൻ ഏറെ നാളും ഇവിടെ സദാമേവുന്നു. കൃഷ്ണ കാരുണ്യവാരിധേ സൗഭ
ഹരിയാകിയ ഘോരതപോനിധി കൊണ്ട് ശപിക്കയാൽ നേരെ അടുത്തിങ്ങു വന്നിടുകയില്ല വൈരിയായുള്ള ഖഗേശ്വരനാമവൻ വാരിരുക സകനന്ദനതന്നിൽ ഈ നീരിൽ ഇവിടെ കിടന്നുകൊണ്ടിടിനേ. ഏവം തൊഴുതു കരഞ്ഞു പറഞ്ഞൊരു പാവകമിത്രാശനോട് മാധവൻ ചാരുസ്മിതാമൃതം തൂങ്ങിക്കനിവോട് ചാരത്തു നിന്നരുളീതാൻ ഇത് സ്മൃതം എന്നുടെ പാദങ്ങൾ കൊണ്ടണിഞ്ഞിടുന്ന ധന്യ ചിഹ്നങ്ങളോടെ മരുവും ദിവസന്നിധോ മേവുന്ന ബന്ധുജനത്തെയും വന്നിനി തീണ്ടുകയില്ല ഖഗേശ്വരൻ. ചെന്നവൻ തന്നെ എൻപോട് കണ്ടാലും എന്ന് അങ്ങ് അവൻ തന്നെ അനുഗ്രഹിച്ചിടിനാൽ സമ്മോരമോനെന്ന് സമ്മതിച്ചേ വരും. ജിഗ്മഗജാദികൾ ഒന്നിച്ചു ചിന്തിച്ചു കൽപ്പിച്ചു നാഗരത്നങ്ങൾ കൊണ്ട് എത്രയും ശില്പമായി നിർമ്മിച്ചിരിക്കുന്നു കാഞ്ചന മണ്ഡനാദ്യൈരലങ്കൃത്യ മുകുന്ദനാം ഉണ്ണിയെ കൂപ്പിത്തൊഴുതു വലം വച്ചു നിന്നു തൊഴുതു നമസ്കരിച്ച് അഞ്ജസ തന്നുടെ മസ്തകത്തിന്മേലെടുത്തുടൻ പുണ്യനദീ തീരമങ്ങു ചേർത്തിടിനാൻ പുണ്യപുരുഷൻ അനുജയും നൽകിനാൻ. പോയാലും എങ്കിൽ ഇനിയൊന്നു യാത്രയും ആയർകോൻ പുത്രൻ നയച്ചോരനന്തരം കായ മലർനിറന്തോകി വിളങ്ങിനമായമയൻ പരൻ ആരോമരുണ്ണിയ ധ്യാനിച്ചുറപ്പിച്ചു കണ്ടു കണ്ടൻപഴും സുഹൃജനത്തോടും പുറപ്പെട്ടു ചെന്ന് രമണകദ്വീപം പ്രവേശിച്ചു പന്നകേന്ദ്രൻ വസിച്ചിടിനാൻ തന്മുഖം മന്ദാകിനി സൂര്യനന്ദനാവാരിഞ്ഞു തെളിഞ്ഞ അമൃതോപമയായി അതിധന്യയായി നാനാജനങ്ങളാൽ അന്വകം വന്ധ്യയായി ഏറ്റവും പവിത്രയായി മന്നവ മന്നവ മുന്നേതിലേറ്റം അതിസ്ഫുടം ചെന്നു കുളിച്ച് പിതൃദേവതർപ്പണം ആ നദിയിൽ ചെയ്തു കൊള്ളുന്ന മർത്യനെ കൽമഷവും എല്ലാം അകന്ന് ഇഹലോകവും ചെമ്മേ പരലോകവും സുഖമായി വരും എന്നതു കേട്ട് ചോദിച്ചാൽ പരീക്ഷിത്തും സർപ്പാന്വയം ഭൂമി തന്നിലല്ലാതെ മറ്റപ്പുകളിൽ മരുവീടുമാറില്ലല്ലോ ഇക്കാളിയനൊഴിഞ്ഞുള്ള നാഗങ്ങളുണ്ടൊക്കെ ദരിദ്രിയിൽ മറ്റുമോരോ വിധം തത്ര വിശേഷിച്ച് ഇവനുണ്ട് അഴകിയ മിത്രാത്മകയിൽ ആ മാറുവാണിടുവാൻ ശത്രുത്വമെന്തൊന്ന് കാളിയൻ പന്നക ശത്രുവാട് ആകന്ത ചെയ്തതു കേവലം പക്ഷീന്ദ്രനെ ശപിപ്പാൻ എന്തു സൗഭരേ നിഷ്കൃപയാ പുനരുന്നതും എന്നുടെ ചിത്തസദേഹം ഒഴിയുമാറ് ഒക്കവേ വൃദ്ധാന്തം അൽപോട് അരുൾ ചെയ്ക വേണമേ കൃഷ്ണ. കൃഷ്ണ ശിഷ്യോത്തമനാകിയ മാമുനി വിഷ്ണുരാധൻ ചൊല്ലിടാൻ കൃഷ്ണ സൽഗുരു ഹരിനാരായണ
ദൈവമേ കൃഷ്ണ അമ്മ ഭഗീശ്വരി ദേവി അമ്മ ഓം നമോ